അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഇതാ 5 ലിറ്ററിൻ്റെ ഈ ഒരു മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ ഗാർഡൻ ഐഡിയാസ് വരുന്നത്. അപ്പോൾ 10 മണി ഇതുപോലെ പ്ലാസ്റ്റിക് ബോട്ടിലും നല്ല ചട്ടികളിലൊക്കെ ഒരുപാട് വെറൈറ്റി 10 മണികൾ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. വെറൈറ്റി എന്ന് പറയാൻ പറ്റില്ല, കുറേ കളേഴ്സ് ഉണ്ട്, അത്യാവശ്യത്തിനുള്ള കളേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതൊക്കെ ഒരു അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. ഇതിന് കൊടുക്കുന്ന വളങ്ങളെ പറ്റിയിട്ടൊക്കെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് കാണണേ. പിന്നെ ഇതിലുള്ള കിളകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് പറിച്ച് മാറ്റാം. നല്ല രീതിയിലാണ് ഈ പൂവ് ഇട്ടിട്ടുള്ളത്. 10 മണിയാകുമ്പോഴത്തേനും ഈ ഒരു ടേബിൾ റോസ് പൂവിടും കേട്ടോ. ഇപ്പോൾ മഴക്കാലമൊക്കെ വരികയാണ്, അപ്പോൾ നമുക്ക് പൂക്കളൊക്കെ കുറയും. ഇപ്പം നല്ല വെയിലുള്ള സമയത്താണെങ്കിൽ നന്നായിട്ട് പൂക്കളുണ്ടാവും കേട്ടോ. മഴ പെയ്യുന്ന സമയത്ത് പൂക്കൾ കുറവായിരിക്കും. എന്നാലും ഇത് നമ്മൾ ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കണം, എന്നാലേ അത് വംശനാശം സംഭവിക്കാതെ നമുക്ക് വീണ്ടും അത് ഫുൾ ഉണ്ടാവുള്ളേ. നമ്മളിത് നല്ലൊരു പ്ലാസ്റ്റിക് ബോട്ടിൻ്റെ ആ ഒരു മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ നമ്മൾ ഈ 10 മണി സെറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കളർ നോക്കി നല്ല മജന്ത കളറാണ്. പിന്നെ അത് മാത്രമല്ല, അത് നിൽക്കുന്നത് നോക്കിയതുപോലെ ചെറിയ കുഞ്ഞൊരു കൊട്ടയിലാണ് കേട്ടോ ഇത് നട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയില്ലേ, ഹാങ്ങിങ് ആയിട്ട് തൂക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി എന്താ ചെയ്യുക, നമുക്ക് നല്ലൊരു ബോട്ടിൽ സെലക്ട് ചെയ്യാം. അപ്പോൾ കുറേ പ്ലാസ്റ്റിക് ബോട്ടിൽസ് എൻ്റെ കയ്യിലുണ്ട്, കുറേ കാർഡ്ബോർഡിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഓരോ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂട്ടിയിട്ടിരിക്കണേ. അപ്പം ഞാനിതുപോലത്തെ 2 ബോട്ടിൽസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ടൂറ് പോയപ്പോൾ വെള്ളം മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബോട്ടിൽ 2 എണ്ണം ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഇങ്ങോട്ട് എടുക്കുകയാണ്. ഇനിയിപ്പോൾ അതാകെ ഞെളിങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അത് നമുക്ക് വെള്ളമൊന്നും ശേഖരിച്ച് വെക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇനി അതിൽ ചെടി നടാം. അപ്പോൾ നമുക്ക് ഇതിനെ കട്ട് ചെയ്തിട്ട് എടുക്കണം. ഇതിൽ നിറച്ച് ഹോൾസൊക്കെ ഇട്ടിട്ട് ഇതിൻ്റെ ആ മൂടിയാണ് തുറന്നിട്ട് നമുക്കതിൽ മണ്ണൊക്കെ നിറച്ച് അങ്ങനെ നമ്മൾ ടേബിൾ റോസ് സെറ്റ് ചെയ്യട്ടോ. പക്ഷെ ഞാനിത് കട്ട് ചെയ്തിട്ടൊരു കൊട്ട പോലെ, നല്ല ഭംഗിയുള്ളൊരു കൊട്ട പോലത്തെ, കാണാൻ നല്ല ഭംഗിയായിട്ട് അതിൻ്റെ റിസൾട്ട് കാണാൻ. അപ്പോൾ അതേപോലൊരു ഷേപ്പാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ 2 സൈഡിൽ കൂടെ ഇങ്ങനെ ഒരു വരമ്പ് ഇങ്ങനെ കാണാനില്ല, വരമ്പ് പോലെ ഒരു ഏരോ കാണാനുണ്ടല്ലോ. അപ്പോൾ ആ ഏരോ ഞാൻ കട്ട് ചെയ്യുന്നില്ല, അതിൻ്റെ ആ വായഭാഗം ഇല്ലല്ലോ, അപ്പോൾ അടിഭാഗം നിർത്തിയിട്ട് പിന്നെ ഈ ഏരോടെ ഇങ്ങനെ റൗണ്ട് അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തൊന്നും കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. കത്തി കൊണ്ട് ഞാൻ ആദ്യം അത് മുറിച്ചെടുത്ത് എന്നിട്ട് കത്രിക കൊണ്ടാണ് കേട്ടോ പിന്നത്തെ പരിപാടി. അപ്പോൾ ഇതേപോലെ അതിൻ്റെ ആ വയറ് ഭാഗം മുകളിലേക്കായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. 2 സൈഡിൽ നിന്നും കട്ട് ചെയ്തെടുക്കണം. ആ ഏരോനെ അവിടെ നിർത്തിയിട്ട് മറ്റ് 2 സൈഡിൽ നിന്നും ഈ മുകളിലത്തെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ പോർഷൻ ഇങ്ങോട്ട് കട്ട് ചെയ്തിട്ടെടുക്കണം കേട്ടോ. അങ്ങനെ തന്നെ അപ്പുറത്തെ സൈഡിൽ നിന്നും കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അപ്പുറം ഇപ്പുറമൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഇതേപോലെ ഒരു കൊട്ടയുടെ ഒരു ഷേപ്പ് ഇട്ടാൽ നല്ല രസമുണ്ട് കാണാൻ. നമ്മൾ ഈ പൂ പറിക്കാനൊക്കെ പോകുമ്പോൾ കൊണ്ടുവന്ന ഒരു ടൈപ്പ് കൊട്ടയില്ലേ, അതേപോലത്തെ ഒരു മോഡൽ ഇട്ടാൽ അപ്പോൾ നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഇതിനെ തൂക്കിയിടാനുള്ള ഇതൊക്കെ അതിൽ ആ കുപ്പിയിന്മേൽ തന്നെ ഉണ്ട്. ഇനി നമുക്ക് നല്ലോണം ഹോൾസ് ഇട്ട് കൊടുക്കണം. അടിയിൽ ഞാൻ ഹോൾ ഇട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ അപ്പുറവും ഇപ്പുറവും പിന്നെ സൈഡിലും ഒക്കെ ഞാൻ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് 10 മണിയാണ് ഇതിൽ നമ്മൾ നടാൻ പോകുന്നത്, ടേബിൾ റോസ്. അപ്പം ഞാൻ എൻ്റെ 2 ബോട്ടിൽസും ഞാൻ ഇതേപോലെ കട്ട് ചെയ്തു ഹോളൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മണ്ണ് അതിലുള്ള പോട്ടി മിക്സ് റെഡിയാക്കി എടുക്കണം. അതിന് മുന്നേ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ ടേബിൾ റോസ് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ അത്യാവശ്യത്തിന് ഞാനിതിൽ നിന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഇതെല്ലാം നന്നായിട്ട് വളർന്ന് നിൽക്കണേനെ. അപ്പോൾ ഇനി കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പുതിയ ശിഖരങ്ങൾ വരില്ല. പിന്നെ പുതിയ ചട്ടികളിലേക്ക് നമ്മൾ മാറ്റുമ്പോൾ അത്രയും ഭംഗിയിൽ കുറേ പൂക്കളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കിനി ഇത് പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട്, കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഓരോ ഹോളിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കട്ടെ. അപ്പോൾ ഞാനും ഇതിൽ മണ്ണ് നിറക്കുന്നതിൻ്റെ മുന്നേ തന്നെയാണ് കേട്ടോ ഈ ഹോളിലേക്ക് ഈ 10 മണി സെറ്റ് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ മഞ്ഞ കളറുണ്ട്, പിന്നെ മജന്ത ഉണ്ട്, ബേബി റോസ് ഉണ്ട്, പിന്നെ വൈറ്റ് ഉണ്ട്, പിന്നെ വേറൊരു ഈ ബേബി റോസിൻ്റെ കൂടെ തന്നെ വേറെ ഇച്ചിരി ഒരു ഡാർക്ക് റോസും കൂടിയിട്ട് 2 കളർ പോലത്തെ ഒരു റോസും ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതെല്ലാതും ഞാൻ ഈ ഒരു ബോട്ടിലേക്ക് ഹോളിലേക്ക് ഇട്ട് കൊടുക്കട്ടെ.
എല്ലാ സൈഡിലെ ഹോളിൽ കൂടെയും ഓരോ തണ്ട് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മണ്ണിടാം. ഇതിൻ്റെ പോട്ടി മിക്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ സവാളുടെ തൊലിയുണ്ട്, പിന്നെ അതുപോലെ തന്നെ മുട്ടത്തോടുണ്ട്, പിന്നെ നമ്മുടെ മണ്ണും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. കുറച്ച് മണ്ണും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി മഴക്കാലത്തൊക്കെ നമ്മൾ പോട്ടിങ് ചെയ്യുമ്പോൾ ഇതുപോലെ സവാളുടെ തൊലിയും മുട്ടത്തോടും ഒക്കെ കൂടിയിട്ട് മണ്ണിൽ മിക്സ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ അത് നല്ലതാണ് കേട്ടോ. വളത്തിൻ്റെ ആവശ്യം നമുക്ക് നല്ല വളം കിട്ടും ആ ഒരു പൊട്ടി മിക്സിന്. അപ്പം ഞാൻ ആദ്യം കുറച്ച് മണ്ണിട്ട് കൊടുത്തു, പിന്നെ അതിൻ്റെ നടുവിലായിട്ടാണ് സെൻറ്ററിലായിട്ടാണ് ഈ ഒരു മിക്സ് ഇടണം കേട്ടോ. നമ്മുടെ സവാളുടെ തൊലിയും അതുപോലെ തന്നെ മുട്ടത്തോടും ഒക്കെ നന്നായിട്ട് പൊടിച്ചിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഇങ്ങനെ പൊടിച്ചു കൊടുത്തു. എന്നിട്ട് തന്നെ ഈ ആ ഒരു മണ്ണിൽ മിക്സ് ചെയ്തത്. എന്നിട്ട് ഇത് പകുതിയോളം ഞാൻ ഈ 2 ബോട്ടിൽ നിറക്കാൻ വേണ്ടിയിട്ട് ചെയ്ത് വെച്ചത് പകുതിയോളം പകുതി ഇട്ടു, പിന്നെ പകുതി മറ്റേലും ഇടാട്ടോ. ആദ്യം കുറച്ച് മണ്ണിട്ട് പിന്നെ അതിൻ്റെ മേലേക്ക് നമ്മുടെ ആ ഒരു സവാളുടെ ഇതും മുട്ടയുടെ തോടൊക്കെ കൂടിയിട്ടുള്ള പൊട്ടി മിക്സ് ഇട്ട് പിന്നെ അതിൻ്റെ മേളിലേക്കാണ് ഇട്ടാൽ പിന്നെ കുറച്ചും കൂടുതൽ മണ്ണിട്ട് കൊടുക്കണം. അപ്പോൾ തന്നെ നമ്മുടെ ആ ഒരു ഹോളിൽ കൂടെ ഇട്ട് വെച്ച ആ 10 മണിയൊക്കെ ആ മണ്ണിൽ ഫില്ലായി നിൽക്കൂട്ടെ. അപ്പം നമ്മൾ ഇത് മണ്ണ് നിറച്ചതിന് ശേഷമല്ല കുത്തി വെച്ചിട്ടുള്ളത്, ആദ്യം ആ പൊത്തിലൊക്കെ നന്നായിട്ട് ഈ ടേബിൾ റോസ് കുത്തി വെച്ചിട്ട് പിന്നെ മണ്ണിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഉള്ളിത്തൊലിയൊക്കെ ഇടുമ്പോൾ നന്നായിട്ട് പൊട്ടാസ്യം, പിന്നെ അതുപോലെ തന്നെ മുട്ടയുടെ തോടിടുമ്പോൾ കാൽസ്യം, പിന്നെ മുട്ടയുടെ തോടിടുമ്പോൾ വേറെ ഗുണമുണ്ട്, ഒച്ച വന്നിട്ട് ആക്രമിക്കില്ല കേട്ടോ നമ്മൾ ഈ ഇതുപോലെ പൊട്ടി മിക്സ് ചെയ്യുമ്പോൾ. പിന്നെ അപ്പോൾ നമുക്ക് നന്നായിട്ട് പൊട്ടാസ്യം അതുപോലെ തന്നെ കാൽസ്യം കിട്ടുമ്പോൾ നന്നായിട്ട് ഫ്ലവർ ഉണ്ടാവും. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഫുള്ളും 10 മണി ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ സൈഡിലും ഹോൾസൊക്കെ ഇട്ട് കുത്തിവെച്ചു. പിന്നെ ഇതുപോലെ പൂക്കൊട്ട പോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊക്കെ നന്നായിട്ട് പെട്ടെന്ന് തന്നെ ഈ ടേബിൾ റോസ് പിടിക്കും, നന്നായിട്ട് തന്നെ പൂക്കളൊക്കെ വരും, അടിപൊളിയാവും കേട്ടോ. നല്ല രസമായിരിക്കും ഇതിൻ്റെ റിസൾട്ട് കാണാൻ. ഇനി ഇതിന് വളമായിട്ട് എന്താ ഇട്ട് കൊടുക്കുന്നത് വെച്ചാൽ ഈ ഒരു ഉള്ളിത്തോലും മുട്ടത്തോടും പിന്നെ അതുപോലെ ചായപ്പിണ്ടിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി, വേറെ വളം തന്നെ. കാണാൻ എന്ത് രസമാണല്ലേ, നല്ല ഭംഗിയില്ലേ. ഇത് പണ്ടത്തൊക്കെ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ എന്ന് പറഞ്ഞാൽ ഉരുണ്ട പോലത്തെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു ഷേപ്പ് ഇട്ടാൽ നല്ല ഭംഗിയുള്ള ഷേപ്പാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ നമുക്കിത് നമ്മുടെ മേളിൽ കൊണ്ടുപോയി വെക്കാം. നമ്മുടെ ടെറസ് കുറച്ചൊക്കെ അലങ്കോലമായിട്ട് കിടക്കുകയാണ്, എന്നാലും കുറച്ചൊക്കെ ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇന്നലെ. ഇനി നമുക്കിതാ ഇവിടെ നേരത്തെ തന്നെ തൂക്കിയിട്ടിട്ടുള്ള ആ ഒരു ഭാഗത്ത് നമുക്കിത് കൊളുത്തി കൊടുക്കാം. അപ്പോൾ ഞാൻ താഴത്തുനിന്ന് ഒരു കമ്പി എടുത്ത് കൊടുത്തിട്ട് നമ്മൾ ഒരു തൂക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ആ ഒരു കുഴലിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമുക്ക് ഇതേപോലെ കൊളുത്തിടാം. ഇനി ആ റോട്ടിൽ കൂടെ ഒക്കെ പോണവർക്ക്, അല്ലെങ്കിൽ തന്നെ അവരിങ്ങോട്ട് നോക്കിയിട്ടാണ് പോകുന്നത്, റോട്ടിൽ കൂടെ പോണവർ ഇവിടെ ചട്ടിയിലും പിന്നെ കപ്പിലും ഒക്കെ ഓരോന്നിലൊക്കെ ചെടിയാണല്ലോ. അപ്പോൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കണ കാണുമ്പോൾ അവർക്ക് ഇങ്ങനെ നോക്കാനൊരു രസം. അപ്പോൾ അപ്പുറത്തുള്ളവർക്കൊക്കെ നോക്കിയിട്ട് ആസ്വദിക്കാം ഈ ഒരു സംഭവം. അപ്പോൾ ഇത് നല്ല ഭംഗിയില്ല കാണാൻ, പൂക്കൊട്ട പോലെ ഉണ്ട് അല്ലേ. 10 മണി ആയതുകൊണ്ട് തന്നെ വേറെ പ്രത്യേകിച്ചുള്ള കെയറിങ് ഒന്നുമില്ല. ഇനിയിപ്പോൾ മഴ ആകുമ്പോൾ ഈ ചെടികൾ നമ്മൾ തണലത്തേക്കൊന്നും മാറ്റി വെക്കേണ്ട ആവശ്യമില്ല, മഴ നനയാതെ മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവറ്റിനെ അങ്ങനെ തന്നെ ഫ്രീ ആയിട്ട് അങ്ങനെ വിട്ടുകൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പൂക്കളൊക്കെ നല്ല അടിപൊളിയായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. മഴയാണെങ്കിലും നല്ല സൂപ്പറായിട്ട് എല്ലാ പൂക്കളും വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോസായിട്ട് ഞാൻ ഇനി വീണ്ടും വരാം. ഇതൊക്കെ നന്നായിട്ട് പിടിക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഫോട്ടോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ടാറ്റ ബൈ ബൈ, സി യു.